നമസ്കാരം പ്രിയപ്പെട്ടവരെ, നാളെ രാവിലെ 4:30 ലാലേട്ടൻ്റെ എമ്പുരാൻ എത്തുകയാണ്. നമ്മൾ കാത്തിരുന്ന് നാളെ, അതായത് 27-ാം തീയതി 4:30 എല്ലാ സ്ഥലത്തും ഷോ ആരംഭിക്കുകയാണ്. എല്ലായിടത്തും ടിക്കറ്റുകൾ ഫുള്ളായി കഴിഞ്ഞു. അതുപോലെ തന്നെ ലാലേട്ടനൊക്കെ പ്രമോഷനൊക്കെ കഴിഞ്ഞിട്ട് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലായിടത്തും എമ്പുരാൻ തരംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ തിരയുന്നത് എമ്പുരാൻ എന്നുള്ള പേരാണ്. എന്താണ് എമ്പുരാൻ? ഇതെന്താണ് അർത്ഥമാക്കുന്നത്? സൂപ്പർ ഹിറ്റായ ലൂസിഫറിന്റെ 2ാം ഭാഗത്തിന്റെ പേര് സംവിധായകൻ പൃഥ്വിരാജ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ എമ്പുരാൻ എന്ന വാക്കിന് പുറകെയാണ് സിനിമാ പ്രേമികൾ മുഴുവനും. തമ്പുരാൻ എന്ന വാക്കിനോട് സാമ്യം തോന്നിക്കുന്ന രാജാവ്, അജയൻ എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമെങ്കിലും ഈ വാക്കിന്റെ വിവിധ പ്രയോഗങ്ങളും വകഭേദങ്ങളുമൊക്കെ സിനിമയുടെ ടൈറ്റിലുമായി ബന്ധപ്പെട്ടു ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. രാജാവിന് മുകളിൽ ദൈവത്തിന് താഴെ എന്നാണ് എമ്പുരാൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദൈവത്തിനു വേണ്ടി കാര്യങ്ങൾ നടത്തുന്ന വ്യക്തിയാണ് ഈ വാക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതേസമയം എംപയർ, ചക്രവർത്തി, തമ്പുരാൻ എന്നീ പദങ്ങളുടെ സംയോജനം കൂടിയായി ഈ വാക്ക് കാണുന്ന ആരാധകരുമുണ്ട്. എമ്പുരാൻ എന്ന വാക്കിനെ ശബ്ദധാരാവിൽ രേഖപ്പെടുത്തുന്നത് എൻ പുരാൻ എന്നാണ്. എൻ്റെ യജമാനൻ, ഞങ്ങളുടെ നാഥൻ, എംബ്രാൻ എന്നൊക്കെയാണ് അർത്ഥം പറയുന്നത്. എമ്പുരാൻ എന്നത് മലയാള ഭാഷയിൽ ഉപയോഗത്തിലുണ്ടായിരുന്ന ഒരു വാക്കായിരുന്നു. എൻപുരാൻ എന്നത് ലോപിച്ചാവും എമ്പുരാൻ എന്നായത്. ലോർഡ് ഓഫ് ലോർഡ്സ് എന്നാണ് എമ്പുരാൻ എന്നതിൻ്റെ അർത്ഥം.